ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് നോക്കാം. 9 ഓഫ് കപ്പിന്റെ എനർജിയാണ് ഇന്ന്. വളരെ സന്തോഷം നിങ്ങൾക്ക് പലതരത്തില് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച കുറേ അധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഒരു ജീവിതം ഫുൾഫിൽ ആയ പോലത്തെ ഒരു എനർജിയാണ് കേട്ടോ. അതിനകത്ത് 9 ഓഫ് കപ്പാണ്. 9 കപ്പുകളുണ്ട്. ഒരു കപ്പിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തോ ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ഓക്കെ ആണ് എന്നുള്ളതാണ്. അപ്പൊ പൊതുവേ നിങ്ങൾ ഇന്ന് ഓക്കെ ആയിരിക്കും, വളരെ സന്തോഷത്തിലായിരിക്കും. കാരണം നാളെ വിഷുവും കൂടിയാണ്. അപ്പൊ വിഷുവിന്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടാവും, പൊതുവേ ആഘോഷത്തിന്റെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രിപ്പറേഷനിലായിരിക്കാനാണ് സാധ്യത. അപ്പോൾ പൊതുവെ ഇന്ന് വളരെ ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അതും വളരെ നല്ലൊരു കാർഡാണ്. ഇത് നിങ്ങളുടെ സോൾ കണക്ഷനുള്ള ഒരാളുമായിട്ട് നിങ്ങൾ റീകണക്ട് ചെയ്യുന്നു എന്ന് പറയാം. ചിലപ്പോൾ ഇത് പാസ്റ്റിൽ നിന്ന് നിങ്ങളെ വിട്ടുപോയ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതോ, ചിലപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്നതാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റിനെ പരിചയപ്പെടുന്നതോ ഒക്കെ ആകാം. ചിലപ്പോൾ വിവാഹം തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ ഒരു സോൾ കണക്ഷനുമായിട്ട് ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാരോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ മിസ് ചെയ്തിരുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്തിരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ചിലപ്പോൾ ഈ വിഷുവിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ്, പാർട്ട്ണർഷിപ്പിലൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പാർട്ട്ണറെ കിട്ടിയതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ഈ ഒരു സമയം കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. നിഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ വെളിപ്പെട്ട് വരുന്ന ഒരു സമയമാണ് കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം, കുറേതും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ജന്മം, നിങ്ങളുടെ ജന്മ ഉദ്ദേശം, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കി ഉണ്ടായിരിക്കാം. ആ മനസ്സിലാക്കി തരുന്നത് പലതരത്തിലുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നലുകൾ ഉണ്ടായിരിക്കാം, പലതരത്തിലുള്ള തോന്നലുകൾ വന്നേക്കാം. മറ്റുള്ളവരെ പോലെയല്ല, എന്തോ ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്, എന്തൊക്കെയോ നിഗൂഢമായ കഴിവുകൾ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അത് കണക്ട് ചെയ്യണം എങ്ങനെയെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ പല കാര്യങ്ങളും വെളിപ്പെട്ട് വരുന്നുണ്ടായിരിക്കണം. ശരിക്കും ഹൈലി ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഹൈപ്രസ്റ്റസ് എനർജി ഉള്ള ആൾക്കാർ. പിന്നെ ദേവിയെ ആരാധിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം വളരെ നല്ലതായിരിക്കും. ഭദ്രകാളിയോ ദുർഗാദേവിയോ താരാദേവിയോ അന്നപൂർണേശ്വരിയോ അങ്ങനെയുള്ള ദൈവങ്ങളെ, അങ്ങനെയുള്ള ദേവീ സ്വരൂപങ്ങളെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ഈ ഒരു സമയം അവരുടെ എനർജി നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം നല്ലതായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ചില ആൾക്കാർ ശക്തിപീഠങ്ങളൊക്കെ സന്ദർശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ അത് കുറേ ആൾക്കാർക്കും അങ്ങനത്തെ ഒരു ഒരു ഇൻഡ്യൂഷൻ പോലെ ശക്തിപീഠങ്ങളിലൊക്കെ പോയി അവിടുത്തെ ഒരു എനർജി സ്വീകരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കണം. അപ്പോൾ അതുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആകുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെയും ഈ ഒരു സമയം നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നു എന്നുള്ളതാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഫെമിനൈൻ എനർജി ശരിക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ സമയം. നിങ്ങൾ ദേവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രാർത്ഥനകൾ ഇന്നത്തെ ദിവസം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും, നല്ല എഫക്റ്റീവായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ദുർഗാദേവി, ഭദ്രകാളി അങ്ങനെയുള്ള ദേവീ രൂപങ്ങളെ നിങ്ങൾക്ക് ആരാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലതാണെന്നാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു അനുഗ്രഹം കിട്ടും എന്ന് പറയാം. പിന്നെ മാതാവിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, ഇന്നത്തെ ദിവസം നിങ്ങൾ മാതാവിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യുക. അപ്പോൾ ഇന്ന് മാതാവിനെ നല്ലപോലെ പ്രാർത്ഥിക്കുക.
കിങ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. കൃത്യമായിട്ടുള്ള പ്ലാനിങ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ട് എന്നുള്ളതാണ് എല്ലാ കാര്യത്തിനും. നിങ്ങൾ ഓരോ കാര്യവും പ്ലാൻ ചെയ്യുന്നുണ്ട്, മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത്, അത് ആരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, എന്ത് പഠിച്ചാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാനിങ് നിങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ അത് കുറേ ആൾക്കാർക്ക് ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതുണ്ട്. അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ഇന്നൊരു വീട് ഡിസൈൻ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീടിൻ്റെ ഡിസൈൻ നിങ്ങൾ മറ്റാരെങ്കിലും കൊണ്ട് വരപ്പിച്ച് നിങ്ങൾ അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നതും ആകാം. ഇതിൽ അറിവുമായി സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കണമെന്നോ അറിയണമെന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയം വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയേണ്ട കുറേ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു സമയം. 6 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. ഇതില് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സെയിം എഫേർട്ട്, നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഒരു എഫേർട്ട് ഇട്ടത് അത് സെയിം ആയിട്ട് തിരിച്ച് വേറെ എവിടെ നിന്നൊക്കെയോ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു. ഒന്നിലധികം ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടുമുട്ടുന്ന, പരിചയപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഒരു നല്ല വൈബ്രേഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പിന്നെ പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പാസ്റ്റിൽ ആരെങ്കിലും നിങ്ങൾക്ക് പൈസ തരാനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ആ കാശ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളത് വിട്ട് കളഞ്ഞതായിരിക്കും, അതെനിക്ക് കിട്ടൂല എന്ന് വിചാരിച്ച് വിട്ട് കളഞ്ഞ ആ ഒരു കാര്യം, ആ ഒരു പൈസ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. എന്തായാലും ഇന്ന് ഒരു കർമ്മവുമായി ബന്ധപ്പെട്ട്, പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത ഒരു കർമ്മവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടാണ്. ടു ഫാൻസിൻ്റെ എനർജിയാണ്. ഇതിൽ കുറച്ച് ആൾക്കാർ ഒരു ഒരു യാത്ര വേണമോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ച് ആലോചിച്ചിരിക്കുന്നു. ഒരു യാത്ര ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കാം, പക്ഷെ അത് വേണോ എന്നൊരു ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവാം ചില ആൾക്കാർക്ക്. അപ്പോൾ അതിൽ നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ നിങ്ങൾ എന്നെ പോകണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളല്ല അത് ഇതിന് പകരം വെക്കാൻ, ഈ ഒരു യാത്രയ്ക്ക് പകരം നിങ്ങൾക്ക് വേറെ ആരെയും വിടാൻ പറ്റൂല. അപ്പം അങ്ങനത്തെ ഒരു എനർജി, ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ്. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് നിങ്ങൾ ചെയ്യണോ ചെയ്യണ്ടേ, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിരിക്കാം, അത് കംപ്ലൈൻറ്റ് ചെയ്യണോ ചെയ്യണ്ടേ, അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത്. 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന, നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആകുന്ന കുറെ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നിങ്ങളുടെ എനർജിയുമായി കണക്റ്റഡ് ആകുന്നു, നിങ്ങൾക്ക് വളരെ സന്തോഷം കിട്ടുന്ന ചില സാഹചര്യങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാകാം. ചിലപ്പോൾ അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി യാത്ര പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഒന്ന് കോഫി കുടിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആകുന്ന, നിങ്ങളുടെ അത്രയും സൗഹൃദമുള്ള ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയോ അവരുമായിട്ട് കുറേ കാര്യങ്ങൾ, ചിലപ്പോൾ യാത്ര പോകുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ പാസ്റ്റിലെ കുറേ ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസം ചിലപ്പം റീകണക്ട് ചെയ്ത് നിങ്ങളുമായിട്ടൊന്ന് കുറേ ആൾക്കാരുമായിട്ട് ഒരുമിച്ച് പഠിച്ച കുറേ ആൾക്കാരുമായിട്ട് ഒരുമിച്ച് നിങ്ങൾ യാത്ര പോകുന്നതോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു നല്ല പാർട്ട്നേഴ്സിനെ കിട്ടുന്നു. നിങ്ങൾ പാർട്ട്ണർമാരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല പാർട്ട്നേഴ്സിനെ കിട്ടുന്നു എന്നാണ് കാണുന്നത്. ടവറാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ മുന്നിൽ എന്തോ ഒരു വലിയ കാര്യം വീഴുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ സാക്ഷിയാകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളെ ചിലപ്പോൾ വളരെ പുച്ഛത്തോട് കാണുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ഒരു പതനമായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു ടവർ എന്ന് വെച്ചാൽ ഒരു നഷ്ടമാണ് ഒരു കാര്യം. പക്ഷെ നിങ്ങൾ വളരെ കൂളായിട്ട് കണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഇത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ഇത് മറ്റാർക്കോ എന്തോ സംഭവിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. ചിലപ്പം ചില ആൾക്കാരുടെ ഈഗോ തകർന്നു പോകുന്നത് നിങ്ങൾ കണ്ടു നിൽക്കേണ്ടി വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊരു
തകർച്ചയാണ്. പക്ഷെ അത് നിങ്ങളെ ബാധിക്കാത്ത ഒരു തകർച്ച. അത് നിങ്ങൾ വളരെ കൂളായിട്ട് കണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. അപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് മിസ്സായി പോകും, അതൊന്ന് എസ്കേപ്പ് ആയി പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയും ഇതിനകത്ത് കാണുന്നുണ്ട്. മൂൺ കാർഡാണ്. സൈക്കിക് എബിലിറ്റി കൂടുന്നു എന്നുള്ളതാണ്. ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്, മൂൺ കാർഡും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇൻഡ്യൂഷനിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. എന്താണ് വേണ്ടത് എന്ന്, ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പം ടാരറ്റ് റീഡിങ്ങോ അല്ലെങ്കിൽ ജ്യോതിഷമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, നിഗൂഢമായ എന്തെങ്കിലും ശാസ്ത്രങ്ങൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ നാളുകൊണ്ട് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പം അതിനെ നിങ്ങൾ കുറച്ച് കൂടുതൽ അറിയാൻ, ആഴത്തിൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്ന ആൾക്കാർ അത് തീർച്ചയായിട്ടും പഠിക്കാൻ നോക്കുക, അത് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ കുറേ ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. കുറേ സിംറ്റംസ് ഇങ്ങനെ ദൈവം തന്നാലും നമുക്കത് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ പറ്റണമെന്നില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്ന അടയാളങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അടുത്ത നിമിഷം ഈ ഒരു കാര്യമാണ് സംഭവിക്കാൻ പോണത്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. പിന്നെ നോക്കാം. ബേർഡ് ഫ്ലൈയിങ് ആണ് വന്നിട്ടുള്ളത്. ന്യൂസ് ഈസ് ഓൺ ദ വേ ആണ്. അപ്പൊ എന്തോ ഒരു ന്യൂസ്, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നു, അത് വഴിയിലാണ് എന്നുള്ളതാണ്. അപ്പൊ അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു എക്സാമിന്റെ റിസൾട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെഡിക്കൽ ചെക്കപ്പിന്റെ റിസൾട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു സർപ്രൈസ് പോലെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. ഇതൊരു വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു ന്യൂസ് ആയിട്ട് കിട്ടുന്നത്. ഡോഗ്സ് ആണ്. നിങ്ങളിന്ന് ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് കൂടുന്നു എന്നുള്ളതാണ്. അത് നേരത്തെയുള്ള മെസ്സേജിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന തരത്തിലുള്ള ഒരു ആൾക്കാരുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അങ്ങനത്തെ ആൾക്കാരുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ അതിനകത്ത്. ഫ്ലവേഴ്സ് ആണ്, ഹാപ്പിനെസ്. അപ്പൊ ഇന്നത്തെ ദിവസം പൊതുവേ നിങ്ങൾക്ക് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ല മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും. നിങ്ങൾക്ക് വിഷു ആയതിന്റെ ഒരു പ്രതീക്ഷ കൂടുതലുണ്ടായിരിക്കാം. അപ്പം ഫ്ലവർ എന്ന് പറയുന്നത് തന്നെ പൂക്കളെ കാണുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാണല്ലോ. അതുപോലെ അത്രയും സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആപ്പിളാണ്. ടെംപ്ടേഷൻ വിൽ ടെസ്റ്റ് യു എന്നാണ്. എന്തെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഇന്നത്തെ ദിവസം വന്നേക്കാം. അത് തിരിച്ചറിയാനുള്ള ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും ഒരു പ്രലോഭനവുമായിട്ട് നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങളത് അത് ടെസ്റ്റിംഗ് ആണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ആൾറെഡി ഹൈ പ്രീസ്റ്റസും മൂൺകാർഡും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നല്ല ഇൻഡ്യൂഷനുണ്ട്. ആ ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അപ്പം തന്നെ എടുത്തുചാടി ഒന്നും ചെയ്യാൻ പോകരുത്. ചിലപ്പോൾ എന്തെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ മറ്റാരെങ്കിലും കമ്പൽ ചെയ്താൽ അതിനൊന്ന് വിട്ടുമാറി നിൽക്കുന്നതായിരിക്കും ഇന്നത്തെ ദിവസം നല്ലത്. കാരണം പല തരത്തിൽ ഇതിനകത്തൊരു ഒരു ഒരു പാമ്പും ഉണ്ട്, ഒരു ആപ്പിളും ഉണ്ട്. അപ്പം നിങ്ങൾ ആപ്പിളിനെ മാത്രമേ കാണുന്നുള്ളൂ. കാരണം ഇതിനകത്ത് ഇലയും പൂവും പോലെയാണ് ഈ പാമ്പ് ഇരിക്കുന്നത്. അപ്പം ഇതിനകത്ത് വളരെ വലിയൊരു ചതി ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആപ്പിളിനെ എന്താണ്, അത് പെട്ടെന്ന് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ അതിനെ അട്രാക്ട് ചെയ്ത് പോയാൽ അതിൻ്റെ പിറകിൽ വലിയ കെണികളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെസ്സേജ്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേഷൻഷിപ്പോ ജോലിയോ വേറെ എന്തെങ്കിലും കാര്യം, എന്ത് കാര്യമായാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന കാര്യത്തിന്റെ പിറകിൽ വേറെ എന്തെങ്കിലും നിഗൂഢമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് നല്ല ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അപ്പം എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു പല തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഇന്നത്തെ ദിവസം വന്നേക്കാം, ശ്രദ്ധിക്കുക.
കോയിൻസ് ആണ്. മണി വിൽ ബി കമ്മിങ് ടു യു ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളിലേക്ക് ധാരാളം പൈസ വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പം പൈസ പലതരത്തിൽ, ഇതിപ്പോൾ നേരത്തെ തന്നെ നമ്മളിത് കണ്ട മെസ്സേജാണ്. മറ്റുള്ളവർ ചിലപ്പം നിങ്ങൾക്ക് തരാനുള്ള പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ ചിട്ടി പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. ചിലപ്പോൾ ലോൺ സാങ്ഷൻ ആകുന്നതായിരിക്കാം. അപ്പം അങ്ങനെ പൈസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ നല്ലതായിട്ട് നിങ്ങൾക്ക് നടക്കും. വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന തരത്തിൽ പൈസ നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത്. റാറ്റാണ്. സമ്മൺ വർക്കിംഗ് എഗെയിൻസ്റ്റ് യു ബിഹൈൻഡ് യുവർ ബാക്ക് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പിറകിൽ ആരോ എന്തൊക്കെയോ നിങ്ങൾക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പിന്നിലാണ് നടക്കുന്നത് അത്. അപ്പോൾ നമ്മളുടെ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പിന്നിൽ നിന്ന് കുത്തുന്ന ആരെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പിന്നെ ടെംപ്ടേഷനും ഉണ്ട്. അപ്പം പലതരത്തിൽ പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് വന്നേക്കുന്ന ഒരു എനർജി കൂടെയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കാതെ, നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ഒരു കാര്യത്തിലും ഒന്ന് ഇറങ്ങി തിരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങളോട് നല്ലപോലെ പെരുമാറുന്ന ആരെങ്കിലും നിങ്ങൾക്ക് എതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ലല്ലോ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. യങ്ങർ വുമൺ ആണ്. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് യങ്ങർ വുമൺ. ഇന്ന് ഒരു സ്ത്രീയുമായിട്ട്, ഒരു നിങ്ങളെക്കാളും പ്രായത്തിന് ഇളയ ഒരു സ്ത്രീയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡീലിങ്സ് വേണ്ടി വന്നേക്കാം. അപ്പോൾ അതും ശ്രദ്ധിക്കുക. യോക്കാണ്. ഫീലിംഗ് ടൈ ഡൗൺ ആൻഡ് ഓർ ഫ്രസ്ട്രേറ്റഡ് ആണ്. നിങ്ങളൊരു കെട്ടിവെച്ച പോലത്തെ ഒരു ഫീലിങ്സ് ഇന്നത്തെ ദിവസം ഉണ്ടായേക്കാം. കുറച്ച് ആൾക്കാർക്കാണത് നിങ്ങളെ ആരോ കെട്ടിയ പോലെ, ഒരു നെഗറ്റീവ് എനർജി വന്ന് മൂടിയ പോലെ. ചിലപ്പോൾ ഒരു എനർജി നല്ല ഹാപ്പിനെസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു കാര്യം ബ്ലോക്ക് ആകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എതിരെ ആരോ എന്തോ ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ആരുമായിട്ടും അധികം ഇന്നത്തെ ദിവസം അടുക്കാതിരിക്കുക. നമ്മളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആകാത്ത ആൾക്കാരോട് ഇന്നത്തെ ദിവസം ഒരു അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും. നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരെ നമ്മളൊന്ന് ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.